ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യം എ റോഡ് ഓഫ് ലെങ്ത് 3 മീറ്റർ ആൻഡ് ഇറ്റ്സ് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ഇറ്റ്സ് വൺ എൻഡ്. ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ റോഡ് ഫ്രം ദാറ്റ് എൻഡ് വിൽ ബി. ഓക്കെ, സോ നമുക്ക് ഒരു റോഡ് കൺസിഡർ റോഡ്. ഓക്കെ, ഈ എൻഡിലാണ് നമ്മുടെ ഒറിജിൻ. ഓക്കെ, ഒറിജിൻ ഈസ് അറ്റ് ഹിയർ and the length of this road is 3 meter. ഈ റോഡിൻ്റെ ലെങ്ത്ത് 3 മീറ്റർ ആണ്. വി ഹാവ് ടു ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. നമുക്കറിയില്ല സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെ വേണമെങ്കിലും ആവാം, അതിൻ്റെ പൊസിഷൻ എവിടെയാണെന്നുള്ളതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓക്കെ, സോ സെൻറ്റർ ഓഫ് മാസ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഒക്കെ കണ്ടെത്താനായിട്ട് സെൻറ്റർ ഓഫ് മാസിൻ്റെ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്താൽ മതി. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ളൂ. പക്ഷേ സിൻസ് ഇറ്റ് ഈസ് നമ്മൾ എർത്തിലെ ബേസിൽ തന്നെയാണ് പറയുന്നത് എന്നുള്ളതുകൊണ്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് എടുക്കും, അതിൻ്റെ ഇഫക്റ്റുകൾ ക്യാൻസൽ ചെയ്യും. ഓക്കെ, സോ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനായിട്ടുള്ള നമ്മുടെ ഇക്വേഷനാണ് എക്സ് സി എം ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എക്സ് ഡി എം ഡിവൈഡഡ് ബൈ ഇൻറ്റഗ്രൽ ഡി എം. നമ്മൾ m1 x1 പ്ലസ് m2 x2 പ്ലസ് m3 x3 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3 എന്നൊക്കെ പറയാറുണ്ട്. അത് സെപ്പറേറ്റ് പോയിൻറ്റ്സ് ആണ്. ഇവിടെ കണ്ടിന്യൂസ് റോഡാണ്. മറ്റേ ഒന്നോ രണ്ടോ ഡിഫറെൻറ്റ്, ഇപ്പോൾ ഒരു പോയിൻ്റ് ഇവിടെ, ഒരു പോയിൻ്റ് ഇവിടെ, ഒരു പോയിൻ്റ് ഇവിടെ, ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് m1 x1 പ്ലസ് m2 x2 ഒക്കെ യൂസ് ചെയ്യുക. പക്ഷേ ഇത് കണ്ടിന്യൂസ് റോഡാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇൻറ്റഗ്രൽ എക്സ് ഡി എം ബൈ ഇൻറ്റഗ്രൽ ഡി എം എന്നുള്ള റിലേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോക്കാം, നമുക്ക് തന്നിട്ടുള്ള കാര്യം നോക്കാം. ലെങ്ത്ത് 3 മീറ്റർ. ഓക്കെ, എൽ ഇസ് ഈക്വൽ ടു 3 മീറ്റർ. Then mass per unit length. Okay, mass per unit length mu എന്നുള്ള ലെറ്ററിൽ ഇൻഡിക്കേറ്റ് ചെയ്യാം, which is equal to dm by dx, which is proportional to mass per unit length is proportional to the distance x. ഓക്കെ ആണല്ലോ. സോ mu is equal to some constant into x എന്ന് എഴുതാം, അല്ലെങ്കിൽ dm by dx is equal to some constant into x. From that the small mass dm is equal to നമുക്ക് എഴുതാം k into x dx എന്ന് എഴുതാം. സ്മോൾ മാസ് dm is equal to k into x dx. ഓക്കെ, നമുക്ക് ഈ ഒരു റിസൾട്ട് നമ്മുടെ മുകളിലത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഓക്കെ, സോ എക്സ് സി എം ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എക്സ് ഇൻറ്റു ഡി എമ്മിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഇവിടെയുള്ള ഈ ഡി എമ്മിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, ഈ റിസൾട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇസ് ഈക്വൽ ടു കെ എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ ഇൻറ്റഗ്രൽ ഡി എം, അവിടെയും കെ എക്സ് ഡി എക്സ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ അല്ലോ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ റോഡിൻ്റെ ലെങ്ത്ത് നമുക്ക് ലിമിറ്റ് തന്നിട്ടുണ്ട് അല്ലേ, ഇൻഡെഫിനിറ്റ് ആയിട്ടല്ല പോകുന്നത്. എൽ ഈക്വൽ ടു 3 മീറ്റർ തന്നിട്ടുണ്ട്. സോ യു ഹാവ് ടു അപ്ലൈ ദ ലിമിറ്റ്സ്. ലിമിറ്റ് ഏത് മുതൽ ഏത് വരെയാണ്, 0 മുതൽ എൽ വരെ, അല്ലെങ്കിൽ 0 മുതൽ 3 വരെയാണ് ലിമിറ്റ് വരുന്നത്. ഓക്കെ, ഇനി ഇൻറ്റഗ്രേഷനാണ്. കെ എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്, ഇൻറ്റഗ്രേഷന് പുറത്തേക്ക് എടുത്തു. 0 to 3 എക്സ് ഇൻറ്റു എക്സ് അല്ലേ, ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വരും. ഡിനോമിനേറ്ററിൽ ഇൻറ്റഗ്രൽ 0 to 3 കെ പുറത്തേക്ക് എടുക്കാം, അവിടെ എക്സ് ഡി എക്സ്. ഇപ്പോൾ രണ്ടിലും കെ ഉണ്ട്, കെ നമുക്ക് എന്ത് ചെയ്ത് കളയാം, കട്ട് ചെയ്ത് കളയാം അല്ലേ. ഇനി എക്സ് സ്ക്വയറിൻ്റെ ഇൻറ്റഗ്രൽ നമുക്കറിയാം, ഇൻറ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 ആണ്. സോ എക്സ് സി എം ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 3 എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയറിന് ഈ റിലേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് റൈസ് ടു 2 plus 1 divided by 2 plus 1 വരും, within the limit 0 to 3, which is the numerator. ഡിനോമിനേറ്ററിൽ എക്സിൻ്റെ ഇൻറ്റഗ്രൽ which is x square by 2, അവിടെയും ലിമിറ്റ് 0 to 3. സോ ന്യൂമറേറ്റർ എക്സ് ക്യൂബ് ബൈ 2 ആണ്, ഡിനോമിനേറ്റർ എക്സ് ക്യൂബ് ബൈ നോട്ട് 2, എക്സ് റേസ് ടു 3 by 3, 0 to 3, എക്സ് സ്ക്വയർ ബൈ 2, 0 to 3. Now apply the limit അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 ക്യൂബ് ബൈ 3 ആണ് ന്യൂമറേറ്ററിൽ വരിക. ഡിനോമിനേറ്ററിൽ 3 സ്ക്വയർ ബൈ 2. സോ ഇവിടെ ഒന്ന് നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവും.
1/3 പുറത്തേക്ക് എടുക്കാം ന്യൂമറേറ്ററിൽ. എക്സ് ക്യൂബിൽ ലിമിറ്റ് കൊടുക്കുക 3 ക്യൂബ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ബൈ ഡിനോമിനേറ്ററിൽ 1/2 അപ്പർ ലിമിറ്റ് 3 സ്ക്വയർ മൈനസ് 0. സോ 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 × 3 × 3 ബൈ 3 എന്ന് വരുന്നത്. ഡിനോമിനേറ്ററിലാണെങ്കിൽ 3 × 3 ബൈ 2 വരും. ഓക്കെ, സോ ഇവിടെ 3യും 3യും കട്ട് ചെയ്ത് പോയി. പിന്നെ റിമെയിൻ ചെയ്യുന്നത് 9/9/2 അല്ലേ. ഇവിടെ എന്ത് വരും? 9ഉം 9ഉം എന്ത് ചെയ്ത് പോകും? കട്ട് ചെയ്ത് പോകും. 1/1/2 എന്ന് വരും. ദാറ്റ് ഈസ് 2 എന്ന് കിട്ടും. സോ സെൻറ്റർ എക്സ് ഒറിജിനിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെയാണ് നമ്മുടെ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ? XCM is equal to 2 meter.